Welcome back to the channel MJ Vlog. അപ്പോൾ ഇന്ന് നമ്മൾ JM BAKES എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ കേക്ക് ഒക്കെ ബേക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിൽ കുഴിവേലിപ്പടി എന്ന് പറഞ്ഞിട്ട് സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ ഷോപ്പിൽ എന്തൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ കടയുടെ പേര് JM BAKES എന്നാണ്. ചെറിയൊരു ഷോപ്പാണ്, കേക്കിൻ്റെ ഷോപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേക്കിൻ്റെ മെറ്റീരിയൽസും പിന്നെ കേക്കിൻ്റെ ഓർഡേഴ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ ഐറ്റംസ് എന്തൊക്കെയാണ് ചേച്ചി പരിചയപ്പെടുത്തുന്നുണ്ടോ? ജെൽ കളേഴ്സാണ് നമുക്ക് കേക്കിന് കളർ കൊടുക്കാനായിട്ട് ജെൽ കളേഴ്സ് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ കൊടുക്കുന്നത് മാജിക് കളേഴ്സിൻ്റെയാണ്. മാജിക് കളേഴ്സിൻ്റെ എന്ന് പറയുമ്പോൾ പ്രൈസ് 90 സ്റ്റാർട്ടിങ്. പിന്നെ വരുന്നത് എമൽഷനാണ്. ഇത് നമ്മൾ കേക്കിൽ ടേസ്റ്റ് കൂട്ടാനും കളർ കൊടുക്കാനും വേണ്ടി ഉപയോഗിക്കുന്നതാണ് എമൽഷൻ. സ്ട്രോബെറിയുടെയാണ്. ഇത് നമ്മുടെ ലിക്വിഡ് കളറാണ്. ഇത് നമ്മൾ ഇതേമാതിരി കളർ തന്നെ ലിക്വിഡ് ബാറ്ററിലൊക്കെ ഒഴിക്കാം, പക്ഷെ ക്രീമിൽ ഒഴിക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ ഷെഫ് മാസ്റ്റർ സൂപ്പർ റെഡ് ജെൽ കളർ തന്നെ. ഇത് ഷുഗർ, നമ്മൾ ഈ 3 കമ്പനിയാണ് വെക്കുന്നത്. മാജിക് കളേഴ്സ്, ഷെഫ് മാസ്റ്ററും ഷുഗറും. പിന്നെ ഇതെല്ലാം എസെൻസാണ്, ടൈഗറിൻ്റെ എസെൻസാണ്. ഇതെല്ലാം നമുക്ക് ഫ്ലേവറിനും നമ്മൾ ബട്ടർ സ്കോച്ച് വെച്ചിട്ടുണ്ട്, ഹാസൽനട്ട് ഉണ്ട്, റോസ് മിക്സ് ഉണ്ട്, വാനില ഉണ്ട്, ബദാം ഉണ്ട്, ചോക്ലേറ്റ് എല്ലാത്തിൻ്റെ ഉണ്ട്, പിസ്ത വരെ ഉണ്ട്, മാംഗോയും സ്ട്രോബെറിയും ഉണ്ട്. എല്ലാം നമ്മൾ ടേസ്റ്റിനും കളറും കൊടുക്കുന്നത്, ടേസ്റ്റ് കൂട്ടാനും ഇത് നല്ലതാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് കോൺഫ്ലോർ നമ്മൾ ലൂസായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കേക്കിന് ഉപയോഗിക്കുന്ന വൈറ്റ് കോമ്പൗണ്ട്സ് ഇത് നമ്മൾ മോഡിൻ്റെ വൈറ്റ് കോമ്പൗണ്ടാണ്. ഇത് നമ്മൾ കേക്കിൽ നമ്മൾ ഗനാഷ് ഒഴിക്കാനും ചോക്ലേറ്റ് ഫില്ലിങ്ങിനും വേണ്ടിയിട്ട് വൈറ്റ് കോമ്പൗണ്ട് യൂസ് ചെയ്യും. അതേമാതിരി തന്നെ നമ്മൾ മെല്ലോൻ്റെയും വൈറ്റ് കോമ്പൗണ്ട് വെക്കുന്നുണ്ട്. പിന്നെ ഡാർക്ക് കോമ്പൗണ്ട് നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കുമ്പോൾ ചോക്ലേറ്റ് കേക്കിനും ബാക്കിയുള്ള ഡെക്കറേഷനും നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് യൂസ് ചെയ്യുന്നു. മിൽക്ക് കോമ്പൗണ്ട് നമ്മൾ ചോക്ലേറ്റ് ട്രഫിൾ കേക്കിന് മാത്രമാണ് മിൽക്ക് കോമ്പൗണ്ട് ഉപയോഗിക്കുക. പിന്നെ ഉപയോഗിക്കുന്നത് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാനൊക്കെ മിൽക്ക് കോമ്പൗണ്ട് ഉപയോഗിക്കും. പിന്നെ നമ്മൾ ഡ്രൈ ഈസ്റ്റാണ്, ഈസ്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഐസ്ക്രീം പൗഡർ, ബുഷിൻ്റെ നമ്മൾ ഐസ്ക്രീം പൗഡർ, വാനില വെച്ചിട്ടുണ്ട്. പിന്നെ ജെലാറ്റിൻ, അങ്ങനെ കസ്റ്റർഡ് പൗഡർ. നമ്മൾ കേക്കൊക്കെ ചില ഈ ക്രീമില്ലാത്ത കേക്കുകൾക്കൊക്കെ നമ്മൾ കസ്റ്റർഡ് പൗഡർ നമ്മൾ ഉപയോഗിക്കും. പിന്നെ വരുന്നത് ചോക്ലേറ്റ് കേക്ക് മിക്സാണ്. ഇത് ക്രസ്റ്റ് ക്രമിൻ്റെ നല്ല കമ്പനിയാണ്. ഇത് നമുക്ക് മെയിനായിട്ട് നമ്മൾ ബാറ്ററിൽ ഇത് മാത്രം ഒഴിച്ചാൽ മതിയാവും. ഇത് ഒഴിച്ചിട്ട് കറക്റ്റ് നമുക്ക് നല്ല ടേസ്റ്റിൽ കടയിലുള്ള ടേസ്റ്റിൽ പോലെ എന്നുള്ള പോലെ കിട്ടും. അതേമാതിരി റെഡ് വെൽവെറ്റിൻ്റെ ഉണ്ട്. പിന്നെ ഐസ്ക്രീം മിക്സ്, ഇത് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ ഇത് മാത്രം മതിയാവും. പിന്നെ വിപ്പിംഗ് പൗഡർ നമ്മൾ വെക്കുന്നത് വിപ്പിൻ്റെയാണ്. അതേമാതിരി ബുഷിൻ്റെയും ഉണ്ട്. ഇത് നമ്മൾ വിപ്പിംഗ് പൗഡർ യൂസ് ചെയ്യുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ എസെൻസ് ബട്ടർ എസെൻസ് നമ്മൾ ടേസ്റ്റ് കൂട്ടാൻ നല്ലതാണ് കേക്കിന്. പിന്നെ അതിൻ്റെ തന്നെ പൈനാപ്പിൾ ഉണ്ട്, പിസ്തേരി ഉണ്ട്, മാംഗോ ഉണ്ട്, പിന്നെ മിൽക്ക് ഉണ്ട്. മിൽക്ക് എസെൻസ് പോലെ മിൽക്കിൻ്റെ ഫ്ലേവർ കിട്ടാനും ടേസ്റ്റ് കൂട്ടാനും നല്ലതാണ്. ചോക്ലേറ്റിൻ്റെ എസെൻസ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് കേക്കിനും ഇതുപോലെ എസെൻസ് ടേസ്റ്റ് കൂട്ടാനും നല്ലതാണ്. പിന്നെ വാനില നമ്മുടെ ബേസാണ്, വാനില ഇത്. പിന്നെ ഇത് വരുന്നത് കളർ മിസ്റ്റിൻ്റെയാണ്, പൗഡറാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് പൂവിന് ഫ്ലവർ നമ്മൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ മേലെ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നല്ല കളർ കൊടുക്കും. പിന്നെ ഇത് ഡ്രിപ്സാണ്, മാജിക് കളേഴ്സിൻ്റെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അത് പല കളറും ഉണ്ട്. നമ്മൾ സൈഡിൽ ഡ്രിപ്സ് ചെറുതായിട്ട് കൊടുക്കാനായിട്ടും അതിൻ്റെ ഒരു ഭംഗിക്കായിട്ടുമാണ് നമ്മളത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ലിക്വിഡ് ഗ്ലൂക്കോസാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോണ്ടൻറ്റിൻ്റെ കാര്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കാറ്. പിന്നെ കോൺ സിറപ്പ്, ഇതും ഫോണ്ടൻറ്റിൻ്റെ കാര്യങ്ങൾക്കാണ്. പിന്നെ നമ്മളിത് ചോക്കോ ചിപ്സ്, നമ്മൾ ഡാർക്കും ഉണ്ട്, വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്. അങ്ങനെ ഡാർക്കും വൈറ്റും നമ്മൾ ഇതുമാതിരി തന്നെ അലങ്കരിക്കാൻ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഡസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പെയിൻറ്റിങ്ങിന് ഇപ്പോൾ ഇറങ്ങുന്ന കേക്കുകൾക്ക് പൊതുവെ ഇത് ഉപയോഗിക്കുന്നതാണ്.
പുതുതായിട്ട് നമ്മൾ കേക്ക് ഉപയോഗിക്കുമ്പോൾ ഇതിപ്പോൾ പലയിടത്തും കാണാറുണ്ട്. പിന്നെ ഇത് സ്പ്രിങ്കിൾസ്, ഷുഗർ ബോൾസ് ഗോൾഡനും ഉണ്ട്, നമുക്ക് വൈറ്റും ഉണ്ട്. പിന്നെ നമ്മൾ ട്യൂട്ടി ഫ്രൂട്ടി, ഐസിങ് ഷുഗർ ഉണ്ട് നമുക്ക്. ഐസിങ് ഷുഗർ നമ്മൾ പൊതുവെ പഞ്ചാര ചേർക്കാണ്ട് ഇത് തന്നെ ചേർത്താൽ മതിയാവും. പിന്നെ ക്രീം വരുന്നുണ്ട്. നമ്മൾ മിൽക്ക് മിസ്റ്റ്, നമ്മൾ ഫ്രഷ് ക്രീമാണത്. നമ്മൾ ഗനാഷ് ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാം. മിൽക്ക് മെയ്ഡ്. പിന്നെ ചോക്ലേറ്റിൻ്റെ സോസ് വരുന്നുണ്ട്. നമ്മൾ കേക്കിന് ഉള്ളിൽ ചോക്ലേറ്റ് ഇതാക്കുമ്പോൾ നമുക്ക് സോസ് ഒഴിച്ച് അലങ്കരിക്കാം. പിന്നെ പിസ്തായുടെ ക്രഷ്. റൂൾസ് പരിചയപ്പെടാം. അതിന് നമുക്ക് ഫസ്റ്റ് നമുക്ക് മെഷറിംഗ് കപ്പിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മൾ ചെറിയ സ്പൂൺസിൽ തുടങ്ങുന്നതാണ്. ഇത് നമ്മുടെ ഇതാണ് ഫസ്റ്റ് നമുക്ക് ബേസ് ആയിട്ട് വേണ്ട സാധനം. ഇതിലൂടെയാണ് നമ്മൾ കേക്ക്, ഇതാണ് നമ്മൾ പെർഫെക്റ്റ് ആക്കുന്നത്. ഇത് വെച്ചാണ് നമ്മൾ കേക്ക് എപ്പോഴും മെഷർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് രണ്ടാമത്തെ വിസ്ക്കാണ്. കേക്ക് വിസ്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ബാറ്ററി നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് സ്ക്രാപ്പർ, നമുക്ക് ഷാർപ്പ് എഡ്ജ് കിട്ടാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഷാർപ്പ് എഡ്ജ് കിട്ടാൻ വളരെ യൂസ്ഫുൾ ആയിരിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ സ്ക്രാപ്പറാണ്. സ്ക്രാപ്പർ എന്ന് പറഞ്ഞാൽ പല ഡിസൈൻസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് മൂന്നും ഒന്ന് പ്ലെയിൻ ആണ്. പിന്നെ ഇത് കേക്കിന് പല ഡെക്കറേഷൻസ് കൊടുക്കാനും സൈഡിൽ ഫിൽ ചെയ്യാനായിട്ട് നല്ലതാണ്. പിന്നെ നമുക്ക് മോൾഡുകൾ വരികയാണ്. മോൾഡുകൾ ഫസ്റ്റ് നമുക്ക് ½ kg തൊട്ട് 1 kg വരെ, 1 kg 2 kg അങ്ങനെ പോകും. ഇത് ഹാർട്ട് ഷേപ്പിൽ നമുക്ക് എന്ത് കേക്ക് ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഫുട്ബോളിൻ്റെ അങ്ങനെയുള്ള ഡോളിനും ഇത് ഉപയോഗിക്കാം. അത് അങ്ങനെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മൾ സ്ക്വയർ, നമ്മൾ ചെറിയ അളവ് തൊട്ടിട്ടുണ്ട്. 1 കിലോ അല്ലെങ്കിൽ സ്ക്വയർ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ചോക്ലേറ്റ് മൗൾഡ്, നമുക്ക് ചോക്ലേറ്റ് സെറ്റായിട്ട്. പിന്നെ നമ്മൾ ഡോളാണ് വരുന്നത്. അടുത്ത ഡോൾ കേക്കിൻ്റെയാണ്. ഡോൾ കേക്കിനാണ് നമ്മുടെ പാവയുടെ കേക്ക്. അത് നമ്മൾ ചെറിയ തൊട്ടിട്ട് 1 കിലോ തൊട്ടിട്ട് 1 കിലോ വരെ നമ്മുടെ കയ്യിലുണ്ട്. ഇതെന്ന് പറയുന്ന ട്രേ ആണ്. നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് കേക്ക് സ്ലൈസസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിന് യൂസ് ചെയ്യുന്നതാണ്. കേക്ക് സ്ലൈസസ് ഒക്കെ നമുക്ക് ഡെക്കറേഷനൊക്കെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബോക്സ്, കേക്ക് ബോക്സ് 1 kg, ½ kg ഉണ്ട്. പിന്നെ നമുക്ക് ബേസ് വേണമെങ്കിൽ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് റിബൺ, നമ്മുടെ ജാർ കേക്കിന് യൂസ് ചെയ്യുന്ന റിബണാണ്. പിന്നെ നമ്മുടെ ഇതെന്ന് പറയുന്നത് ഫില്ലിംഗ് ആണ്. നമ്മൾ പൊതുവെ ക്രഷിനെക്കാട്ടിലും ഏറ്റവും ടേസ്റ്റ് കൂടുന്നതും ഫില്ലിംഗ് ആണ്. നമുക്ക് ഓറഞ്ച് അവൈലബിൾ ആണ്, ബ്ലൂബെറി ഉണ്ട്, മാംഗോ ഉണ്ട്. മാംഗോ ഇത് ഗ്ലേസ് ആണ്. ഗ്ലേസ് എന്ന് പറയുന്നത് മേലെ നമ്മൾ ഭംഗിക്കും ടേസ്റ്റിനും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സ്ട്രോബെറി ഫില്ലിംഗ് ഉണ്ട് അതേമാതിരി. ഇതൊക്കെ നമ്മൾ അകത്ത് കേക്കിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാനും ടേസ്റ്റ് കൂടാനും ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഫോണ്ടൻറ്റ്, ഇത് നമ്മളിവിടെ ലൂസായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ 70 റുപ്പീസിനാണ് കൊടുക്കുന്നത്. വിസിയോണ്ട തന്നെയാണ്. നമ്മൾ വൈറ്റാണ് വെച്ചേക്കുന്നത്. ഇത് നമുക്ക് 70 റുപ്പീസിന് അവൈലബിൾ ആണ്. ഫോണ്ടൻറ്റ് കേക്കുകൾ ഉണ്ടാക്കാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മുടെ ബൗള്, ഇതെന്ന് പറയുന്നത് കേക്ക് ജെല്ലാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ കേക്ക് വളരെ പൊന്താനും ഹൈറ്റ് വയ്ക്കാനും സോഫ്റ്റ് ആകാനും ഉപയോഗിക്കുന്നത്. ഇതൊക്കെ കെമിക്കലാണ്. കടകളിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് വരുന്നത്. പിന്നെ നമ്മുടെ ബൗള്, ചെറിയ ബൗള് നമ്മൾ ബാറ്ററൊക്കെ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതേമാതിരി വലുതുണ്ട്. ഏറ്റവും വലുത് വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഫോണ്ടൻറ്റിൽ മേലെ ഫോണ്ടൻറ്റ് നമ്മൾ കോൺഫ്ലോർ വെച്ച് പരത്തിയിട്ട് അതിൻ്റെ മേലെ നമുക്ക് സാധാ പെൻ ഉപയോഗിക്കുമ്പോൾ യൂസ് ചെയ്യാം. എഡിബിൾ ആണ്. അടുത്ത് ചെല്ലുന്നുണ്ട് പ്ലം കേക്ക് മിക്സ് ആണത്. ഇത് നമുക്ക് ഇത് ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് പ്ലം കേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ 1/2 കിലോ 1 കിലോ അങ്ങനെ വെച്ചെടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഇതില്ലാണ്ട് നമുക്ക് കേക്ക് ഇതാക്കാനായിട്ട് പറ്റില്ല. റൊട്ടേഷൻ ടേബിളാണ്. ഇതില്ലാണ്ട് നമുക്ക് കേക്ക് നമുക്ക് ഐസിങ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് മെയിനായിട്ട് ആവശ്യമുള്ള ഒരു സാധനം. ഇത് നമുക്ക് കേക്കിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. ഇതോ ഇത് 5 കിലോൻ്റെ വരെ യൂസ് ചെയ്യാം. നമുക്ക് കേക്ക് വെച്ചിട്ട് നമുക്ക് വെയിറ്റ് നോക്കാം. ഇത് ബാറ്ററിയാണ്, നല്ലതാണ്. നമുക്ക് കേക്ക് വെച്ചിട്ട് സാധാരണക്കാർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയി. നമ്മുടെ നോസിൽസ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട നോസിൽസ്
ആണ്. ഇത് ബാസ്ക്കറ്റ് കേക്കിന് ഉപയോഗിക്കാം. ബാസ്ക്കറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ കേക്ക് വെച്ചാണ്, ഈ നോസിലെടുത്താണ്. ഇത് നമ്മുടെ ലീഫ്, ഇത് നമ്മുടെ പൂവിനൊക്കെ ഇല വരയ്ക്കാനായിട്ട് ഈ നോസിൽ മതിയാവും. ഇത് നമ്മുടെ പാവയ്ക്ക് ഉപയോഗിക്കാം, ഡ്രസ്സിനായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ കേക്കിന് മേലെ വേറൊരു വെറൈറ്റി ഡിസൈൻ കൊടുക്കണമെങ്കിൽ ഇത് മതിയാവും. പിന്നെ എന്ന് പറയുന്നത് ഇത് ഫ്ലവർ മേലെ വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ചെറുത് തൊട്ട് വലുത് വരെയുണ്ട്. ഇത് സ്റ്റാർ നോസിൽ, ഓപ്പൺ സ്റ്റാർ നോസിലാണ്. നമ്മൾ ചെറുതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. പിന്നെ ഇത് ഫ്ലവറിനുണ്ട്. ഇത് വെച്ചാൽ നമ്മൾ പൂവ് വരയ്ക്കുന്നത്, കേക്കിൽ പൂവ് വരയ്ക്കാനായിട്ട് നമ്മൾ ഫ്ലവർ നെയ്റ്റ് യൂസ് ചെയ്യാം. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ പൈപ്പിംഗ് ബാഗാണ്. ഇത് റീയൂസബിൾ ആണ് സംഭവം, റീയൂസബിൾ. അതേപോലെ നമുക്ക് നോസിൽസും അവൈലബിൾ ആണ്, സെറ്റായിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. ഇത് അങ്ങനെ പലതിൽ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ പൈപ്പിംഗ് ബാഗ് നമ്മൾ റീയൂസബിളും ഉണ്ട്, ഇത് നമുക്ക് ഡിസ്പോസിബിളും ഉണ്ട്. നമുക്ക് ഉപയോഗിച്ചിട്ട് വലിച്ചെറിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ JM-BAKESന്റെ ടൂൾസും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ റീസണബിൾ പ്രൈസിലാണ് ഇവിടെ എല്ലാ പ്രൊഡക്ട്സ് ഉള്ളത്. അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവരും ഇപ്പോൾ ഹോം ബേക്കിംഗ് ചെയ്യുന്നവരാണല്ലോ, അപ്പോൾ ഇതൊക്കെ ഒരുപാട് യൂസ്ഫുൾ ടൂൾസൊക്കെയാണ്. ഹോം ഡെലിവറി അവൈലബിൾ ആണ്. നമുക്ക് കേക്കിംഗ് മെറ്റീരിയൽസ് നമുക്ക് പറഞ്ഞാൽ ആ നേരത്തിന് കറക്റ്റ് ടൈമിൽ നമ്മൾ ഹോം ഡെലിവറി ചെയ്യും. കേക്ക് ആയാലും നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മുൻകൂട്ടി തലേ ദിവസം പറഞ്ഞാൽ മതി, പിറ്റേ ദിവസം നമുക്ക് കേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ. അപ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ട് കേക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, റെഡ് വെൽവെറ്റ് കേക്കാട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയാം. അവരുടെ ഷോപ്പിൽ തന്നെ ഒരു ബേക്ക് ചെയ്ത് കേക്കാട്ടോ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. കേക്ക് എന്തായാലും കൊള്ളാം, നല്ല കാണാൻ നല്ല രസമുണ്ട്. ഞാൻ കഴിച്ചു പോട്ടെ കേട്ടോ, അവളല്ല ഇതിരുന്ന് മൊത്തം തീർക്കും.